we are going to discuss about the topic Terminator gene technology. So this is an application of genetic engineering, that is Terminator gene technology. The Terminator technology is a genetically engineered suicide mechanism that can be triggered by specific external stimuli. The trigger can be an antibiotic like tetracycline. When applied to seed, will leads to the auto-poisoning and self-destruction of the next generation seeds. The Terminator gene technology or genetic use restriction technology is the genetic modification of plants to make them produce sterile seeds in the second generation. These seeds are known as suicide seeds. It is a biotechnological invention patented in the US and that present great danger to agriculture and food security worldwide. So the Terminator gene technology is also known as GERT or genetic use restriction technology. It is a genetic modification of plants that make them produce sterile seeds in the next generation. These seeds are known as suicide seeds. And this mechanism is triggered by an external stimuli like antibiotic which is applied to the seeds. And this is a patented in US and presents danger to the agriculture and food security worldwide. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ടെർമിനേറ്റർ ജീൻ ടെക്നോളജിനെ കുറിച്ചാണ്. ഇത് ജനറ്റിക് എൻജിനീയറിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ടെർമിനേറ്റർ ജീൻ ടെക്നോളജീൻ്റെ വേറൊരു പേരാണ് ഗർട്ട് അല്ലെങ്കിൽ ജനറ്റിക് യൂസ് റെസ്ട്രിക്ഷൻ ടെക്നോളജി. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്ലാന്റ്സ് എടുത്തിട്ട് അതിൻ്റെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്യും. അങ്ങനെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്യുമ്പോൾ സെക്കൻഡ് ജനറേഷനിൽ ഉണ്ടാകുന്ന പ്ലാന്റ്സ് എന്തായിരിക്കും? സ്റ്റെറൈലായിരിക്കും. അപ്പോൾ ഈ സ്റ്റെറൈൽ സീഡ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സൂയിസൈഡ് സീഡ്സ് എന്ന് പറയുന്നത്. ആദ്യത്തെ ജനറേഷനിൽ സീഡ്സ് ഉണ്ടാവും, പക്ഷേ സെക്കൻഡ് ജനറേഷനിൽ ഉണ്ടാകുന്ന സീഡ്സ് എന്തായിരിക്കും? സ്റ്റെറൈലായിരിക്കും, അത് മുളയ്ക്കൂല. അപ്പോൾ ഇങ്ങനത്തെ സീഡ്സ് ഉണ്ടാക്കുന്നത് ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഈ ജീൻസിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൂയിസൈഡ് ജീൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലൈ വേണം. അപ്പോൾ എക്സ്റ്റേണൽ സ്റ്റിമുലേറ്റ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻറ്റിബയോട്ടിക്സ് ആണ്, ലൈക്ക് ടെട്രാസൈക്ലിൻ. അത് നമ്മൾ സീഡിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ്റ്റേണൽ സ്റ്റിമുലേറ്റഡ് ആവും. ഈ എക്സ്റ്റേണൽ സ്റ്റിമുലൈ എന്ത് ചെയ്യും? ആ സൂയിസൈഡ് ജീൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ അന്തകവിത്ത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അന്തകവിത്ത് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒരു ജനറേഷനിൽ ആ സീഡ്സ് മുളയ്ക്കും. ഒരു ജനറേഷനിൽ മാത്രമേ ആ സീഡ്സ് മുളയ്ക്കൂ. നെക്സ്റ്റ് ജനറേഷനിൽ ആ സീഡ്സ് എന്ത് ചെയ്യൂല? മുളയ്ക്കൂല. അപ്പോൾ അങ്ങനത്തെ വിത്തുകളാണ് അന്തക വിത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൂയിസൈഡ് സീഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു കമ്പനിയിൽ നിന്ന് നമ്മൾ സീഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ആ സീഡ്സ് മുളച്ചിട്ട് പ്ലാന്റ് ഉണ്ടാവും. പിന്നെ ആ പ്ലാന്റിൽ നിന്നുണ്ടാകുന്ന സീഡ് എന്ത് ചെയ്യൂല? മുളയ്ക്കൂല. അതാണ് സൂയിസൈഡ് സീഡ്സ് അല്ലെങ്കിൽ അന്തക വിത്തുകളെന്ന് പറയുന്നത്. അപ്പോൾ ആ സൂയിസൈഡ് സീഡ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് ഗർട്ട് അല്ലെങ്കിൽ ജനറ്റിക് യൂസ് റെസ്ട്രിക്ഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാന്റ്സിന് ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലൈ വേണം സൂയിസൈഡ് ജീൻസ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സ്റ്റേണൽ സ്റ്റിമുലേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻറ്റിബയോട്ടിക്സ് ആയിരിക്കും. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് ലൈക്ക് ടെട്രാസൈക്ലിൻ നമ്മൾ ആ സീഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സീഡ് എന്ത് ചെയ്യൂല? നെക്സ്റ്റ് ജനറേഷനിൽ അത് മുളയ്ക്കൂല. അതാണ് സൂയിസൈഡ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ സേഫ്റ്റിക്ക് ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ ഈ അന്തക വിത്തുകളിൽ പേറ്റൻറ്റ് എടുത്തിരിക്കുന്നത് US ഒരു മോൺസാൻഡോ എന്ന് പറഞ്ഞ കമ്പനിയാണ്, ഒരു ബയോടെക്നോളജിക്കൽ കമ്പനിയാണ്. അപ്പോൾ ഇത് ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഇന്നോവേഷനാണ്, പക്ഷേ ഇതിന് ചില യൂസസും ഉണ്ട്, പക്ഷേ മെയിൻലി ഇത് ഹാംഫുൾ ആണ്. അപ്പോൾ ഈ ടെർമിനേറ്റർ ജീൻ ടെക്നോളജി എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മളൊരു കമ്പനിയിൽ നിന്ന് ഒരു സീഡ് വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ ജനറേഷനിൽ അത് മുളയ്ക്കും, പക്ഷേ പിന്നീട് ഉണ്ടാകുന്ന സെക്കൻഡ് ജനറേഷനിൽ ഉണ്ടാകുന്ന സീഡ്സ് എന്ത് ചെയ്യൂല? മുളയ്ക്കൂല. അപ്പം അങ്ങനത്തെ സീഡിന് പറയുന്ന പേരാണ് സൂയിസൈഡ് സീഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അന്തക വിത്തുകൾ എന്ന് പറയുന്നത്. There are two types of GERT, that is V-GERT and T-GERT. V is varietal GERT and T-GERT is triad GERT. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ ടെർമിനേറ്റർ ജീൻ ടെക്നോളജീൻ്റെ വേറൊരു പേരാണ് ഗർട്ട് അല്ലെങ്കിൽ ജനറ്റിക് യൂസ് റെസ്ട്രിക്ഷൻ ടെക്നോളജി.
അപ്പോൾ രണ്ട് ടൈപ്പ് ഗർട്ട് ഉണ്ട്, വി ഗർട്ടും ടി ഗർട്ടും. വി മീൻസ് വാരിയറ്റൽ ഗർട്ട്, ടി ഗർട്ട് മീൻസ് ട്രയറ്റ് ഗർട്ട്. അപ്പോൾ രണ്ടും എന്താണെന്ന് നോക്കാം. ഈ ടെർമിനേറ്റഡ് ജീൻ ടെക്നോളജി ഒരു പ്രാവശ്യം എസ്സേക്ക് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കും. അപ്പോൾ വി ഗർട്ട് മീൻസ് വാരിയറ്റൽ ഗർട്ട്. This type of gurt produce sterile seeds, meaning that a farmer had purchased seeds containing V gurt technology could not save this crop for future planting, and this would have an immediate impact on the large number of primarily Western farmers who use hybrid seeds and instead buy specialized hybrid seeds from seed production company. The technology is restricted at the plant variety level and hence the term V gurt. The manufacturer of the genetically enhanced crops would use this technology to protect their products from unauthorized use. So the first type of gurt is V gurt or varietal gurt. In this type of gurt, the farmers will purchase the seeds from the company. At that time, it will be fertile and the seed will germinate to produce plant. But in the second generation, the plant produces seeds which are sterile, so the farmers could not save the seeds for future use. And as it is done in the plant variety level, it is known as V gurt or varietal gurt. And as a result of this V gurt, the seed producers will get all the monopoly over these seeds. ഇപ്പോൾ രണ്ട് ടൈപ്പ് ഗർട്ട് ഉണ്ട്, വി ഗർട്ട് അല്ലെങ്കിൽ വാരിയറ്റൽ ഗർട്ട്. പിന്നെ ഉള്ള വി ഗർട്ടിൻ്റെ വേറെ പേരാണ് വാരിയറ്റൽ ഗർട്ട്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഗർട്ടാണ് ടി ഗർട്ട് അല്ലെങ്കിൽ ട്രയറ്റ് ഗർട്ട്. അപ്പോൾ രണ്ട് ടൈപ്പ് ഗർട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്, വി ഗർട്ട് അല്ലെങ്കിൽ വാരിയറ്റൽ ഗർട്ട്, ടി ഗർട്ട് അല്ലെങ്കിൽ ട്രയറ്റ് ഗർട്ട്. ഇപ്പോൾ വി ഗർട്ട് എന്താണെന്ന് നോക്കാം. വി ഗർട്ട് അല്ലെങ്കിൽ വാരിയറ്റൽ ഗർട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? അതായത് ഫാമേഴ്സ് ഒരു സീഡ് എന്ത് ചെയ്യും, ഫാമേഴ്സ് വിത്തുകൾ അല്ലെങ്കിൽ സീഡ്സ് ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങും. അപ്പോൾ ആ വിത്തുകൾ പാകിയാൽ എന്ത് ചെയ്യും, ആ വിത്ത് മുളച്ചിട്ട് പ്ലാന്റ്സ് ഉണ്ടാവും. ഇനി ഈ പ്ലാന്റ്സ് നിന്നുണ്ടാകുന്ന സീഡ്സ് എന്തായിരിക്കും, സ്റ്റെറൈലായിരിക്കും. നിങ്ങൾക്കറിയാം ഫാമേഴ്സ് എന്താ ചെയ്യുന്നത്, ഒരു പ്രാവശ്യം വിത്ത് പാകിയിട്ട് അതിൽ നിന്ന് ചെടി ഉണ്ടാവും. അപ്പോൾ ആ ചെടിയിൽ നിന്ന് കിട്ടുന്ന വിത്താണ് അടുത്ത പ്രാവശ്യം പിന്നെയും കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ആ ചെടിയിൽ നിന്നുണ്ടാകുന്ന സീഡ്സ് എന്തായിരിക്കും, സ്റ്റെറൈലായിരിക്കും. അതുകൊണ്ടാണ് ഇതൊരു ഗർട്ടിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്ലാന്റ് വെറൈറ്റി ലെവലിലാണ് ഈ ഗർട്ട് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ വാരിയറ്റൽ ഗർട്ട് അല്ലെങ്കിൽ വി ഗർട്ട് എന്ന് പറയും. അപ്പോൾ രണ്ടാമത്തെ ജനറേഷനിലുള്ള സീഡ്സ് മുളയ്ക്കാത്തത് കാരണം തന്നെ നമുക്ക് ഈ ഫാമേഴ്സ് പിന്നെയും എന്ത് ചെയ്യണം, പിന്നെയും പുതിയ സീഡ്സ് കമ്പനീൻ്റെ അടുത്ത് തന്നെ പോയിട്ട് വാങ്ങണം, അല്ലാതെ വേറൊരു രക്ഷയില്ല. അപ്പോൾ രണ്ടാമത്തെ ജനറേഷനിൽ ഈ സീഡ്സ് മുളയ്ക്കാത്തത് കൊണ്ട് തന്നെ പിന്നെയും കൃഷി ചെയ്യണമെങ്കിൽ പിന്നെയും വിത്തുകൾ ആരുടെ അടുത്ത് പോയി വാങ്ങണം, കമ്പനീൻ്റെ അടുത്ത് പോയി വാങ്ങണം. അപ്പോൾ കമ്പനിക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് മൊത്തം. നെക്സ്റ്റ് ആണ് ട്രയറ്റ് ഗർട്ട് അല്ലെങ്കിൽ ടി ഗർട്ട്. ദി സെക്കൻഡ് ടൈപ്പ് ഓഫ് ഗർട്ട് മോഡിഫൈസ് എ ക്രോപ്പ് ഇൻ സച്ച് എ വേ ദാറ്റ് ദി ജനറ്റിക് എൻഹാൻസ്മെൻറ്റ് എഞ്ചിനീയർഡ് ഇൻ ടു ദി ക്രോപ്പ് does not function until the crop plant is treated with a chemical that is sold by the biotechnology company. The farmers can save seeds for use each year, however they do not get to use the enhanced trait in the crop unless they purchase the activator compound. The technology is restricted at the trait level, hence the term T-gurt. So the second type of gurt is T-gurt or trait gurt, in which the seeds of the second generation are not sterile, but in order to get an enhanced gene effect in the seeds supplied by a company, a compound or a chemical compound has to be added to it, and this chemical compound will be sold by the biotechnological company. The seeds from these plants can be used for many generations, but in order to get an enhanced yield, we have to use the chemical supplied by the biotechnological company. As it is done in triad level, it is known as triad gurt or T-gurt. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഗർട്ടാണ് ട്രയറ്റ് ഗർട്ട് അല്ലെങ്കിൽ ടി ഗർട്ട് എന്ന് പറയുന്നത്. ഇതിൽ വി ഗർട്ടിനെ പോലെയല്ല, ഈ ടി ഗർട്ടിൽ രണ്ടാമത്തെ ജനറേഷനിൽ ഉണ്ടാകുന്ന സീഡ്സ് എന്തായിരിക്കും, സ്റ്റെറൈൽ ആയിരിക്കില്ല, അവരെന്തായിരിക്കും, അത് മുളയ്ക്കും.
അപ്പോൾ വീഗർട്ടിൻ്റെ കേസിൽ രണ്ടാമത്തെ ജനറേഷനിലെ സീഡ്സ് എന്തായിരിക്കും, സ്റ്റെറൈൽ ആയിരിക്കും, മുളയ്ക്കൂല. പക്ഷേ ടീ ഗർട്ടിൻ്റെ കേസിൽ രണ്ടാമത്തെ ജനറേഷനിലുള്ള സീഡ്സ് ഫെർട്ടൈലാണ്, മുളയ്ക്കും. പക്ഷേ ആ ഒരു എൻഹാൻസ്ഡ് പ്രൊഡക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ കമ്പനി തരുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആ സീഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ എൻഹാൻസ്ഡ് പ്രൊഡക്ഷൻ കിട്ടൂ. അപ്പോൾ ആ കെമിക്കൽ കോമ്പൗണ്ട്, അത് എൻഹാൻസ്ഡ് പ്രൊഡക്ഷൻ കിട്ടേണ്ട ആ കെമിക്കൽ കോമ്പൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ആ കമ്പനീൻ്റെ അടുത്ത് പോയിട്ട് ആ കെമിക്കൽ വാങ്ങണം. എന്നാൽ മാത്രമേ ആ എൻഹാൻസ്ഡ് പ്രൊഡക്ഷൻ കിട്ടൂ. ഇതാണ് ടീ ഗർട്ട് അല്ലെങ്കിൽ ട്രയഡ് ഗർട്ട് എന്ന് പറയുന്നത്. സോ ദ മെക്കാനിസം ഓഫ് terminated gene technology. So there are mainly 3 genes involved in terminated gene technology. There are gene 1, gene 2 and gene 3. The gene 1 is known as repressor, gene 2 is recombinase and gene 3 codes for toxin. അപ്പോൾ 3 ജീൻസ് ആണ് ടെർമിനേറ്റഡ് ജീൻ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നത്. ഒന്ന് ജീൻ 1, അത് കോഡ് ചെയ്യുന്നത് റിപ്രസറിനെയാണ്. ജീൻ 2 കോഡ് ചെയ്യുന്നത് റീകോമ്പിനേസ് തന്നെയാണ്. ജീൻ 3 എന്ന് പറയുന്നത് ടോക്സിനെ കോഡ് ചെയ്യുന്ന ജീൻസാണ്. അപ്പോൾ 3 ടൈപ്സ് ജീൻ ഉണ്ട്. ജീൻ 1 കോഡ് ചെയ്യുന്നത് റിപ്രസറിനെയാണ്, ജീൻ 2 കോഡ് ചെയ്യുന്നത് റീകോമ്പിനേസിനെയാണ്, ജീൻ 3 കോഡ് ചെയ്യുന്നത് ടോക്സിനെയാണ്. ഇതെങ്ങനെ ആക്ട് ചെയ്യുന്നത് നോക്കാം. സോ ജീൻ 1 ഈസ് എ റിപ്രസർ ജീൻ ദാറ്റ് പ്രൊഡ്യൂസ് എ റിപ്രസർ പ്രോട്ടീൻ ദാറ്റ് ഇൻട്രാക്ട്സ് വിത്ത് ദി ബൈൻഡിങ് സൈറ്റ് നിയർ ജീൻ 2. ഇതാണ് ഫിഗർ. അപ്പോൾ ജീൻ 1 എന്ന് പറയുന്നത് ഒരു റിപ്രസർ ജീനാണ്. ആ റിപ്രസർ ജീന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് റിപ്രസർ പ്രോട്ടീൻ. ഈ റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ് ചെയ്യുന്നത് ജീൻ 2ൻ്റെ ഒരു ബൈൻഡിങ് സൈറ്റിലാണ്. ഈ റിപ്രസർ പ്രോട്ടീൻ പോയി ബൈൻഡ് ചെയ്യും. നെക്സ്റ്റ് ആണ് ജീൻ 2 അല്ലെങ്കിൽ റീകോമ്പിനേസ്. ജീൻ 2 ഈസ് എ റീകോമ്പിനേസ് ജീൻ ദാറ്റ് ഈസ് കൺട്രോൾഡ് ബൈ എ പ്രൊമോട്ടർ. Between the gene and the promoter is a binding site for the repressor from gene 1. The recombinase gene produces a recombinase protein, which is an enzyme that helps in cutting out the pieces of DNA. ഇപ്പോൾ ജീൻ 2 ആണ് റീകോമ്പിനേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജീൻ 2ൻ്റെ പാർട്ടുകളാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ജീൻ 2ന് ഒരു പ്രൊമോട്ടർ ഉണ്ട്, ഒരു റീകോമ്പിനേസ് ജീനും ഉണ്ട്. ഈ പ്രൊമോട്ടറിൻ്റെയും റീകോമ്പിനേസ് ജീനിൻ്റെ നടുവിലാണ് ബൈൻഡിങ് സൈറ്റ് ഉള്ളത്. ഈ ബൈൻഡിങ് സൈറ്റിലാണ് ജീൻ 1 എന്ന് വരുന്ന റിപ്രസർ പ്രോട്ടീൻ വന്ന് ബൈൻഡ് ചെയ്യുക. ഈ റീകോമ്പിനേസ് ജീന് ഒരു സിസർ അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് പോലെ ആക്ട് ചെയ്തിട്ട് DNA കട്ട് ചെയ്യും. അപ്പോൾ ഈ ജീൻ 2 എന്ന് വരുന്ന റീകോമ്പിനേസ് ആണ് ജീൻ 3യിലുള്ള ലേറ്റ് പ്രൊമോട്ടേഴ്സിനെ റിമൂവ് ചെയ്തിട്ട് ടോക്സിൻ ജീനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെക്കാനിസം ഒന്നുകൂടി പറയാം. അപ്പോൾ 3 ജീൻസ് ആണ് ഈ ടെർമിനേറ്റഡ് ജീൻ ടെക്നോളജിയിൽ ഇമ്പോർട്ടൻറ്റ്. ജീൻ 1 ഒരു റിപ്രസർ ജീനാണ്, ജീൻ 2 ഒരു റീകോമ്പിനേസ് ജീനാണ്, ജീൻ 3 ഒരു ടോക്സിൻ ജീനാണ്. അപ്പോൾ ജീൻ 1 എന്ന് പറയുന്നത് ഒരു റിപ്രസർ ജീനാണ്. അത് ട്രാൻസ്ലേഷൻ നടന്നിട്ട് റിപ്രസർ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ് ചെയ്യുക ജീൻ 2യിലുള്ള ബൈൻഡിങ് സൈറ്റിലാണ്. അപ്പോൾ ജീൻ 2ൻ്റെ ബൈൻഡിങ് സൈറ്റ് വരുന്നത് ഒരു പ്രൊമോട്ടറിൻ്റെയും റീകോമ്പിനേസ് ജീൻ്റെ നടുക്കാണ്. അപ്പോൾ ജീൻ 2 എന്ന് പറയുന്നത് ഒരു റീകോമ്പിനേസ് ജീനാണ്. ഈ റീകോമ്പിനേസ് ജീനിന് എന്തൊക്കെ പാർട്ടാണുള്ളത്? ഒരു പ്രൊമോട്ടർ ഉണ്ട്, ഒരു റീകോമ്പിനേസ് ജീൻ ഉണ്ട്. ആ ഒരു പ്രൊമോട്ടറിൻ്റെ റീകോമ്പിനേസ് ജീൻ്റെ നടുക്കാണ് ഈ റിപ്രസർ പ്രോട്ടീൻ വന്ന് ബൈൻഡ് ചെയ്യുന്ന ബൈൻഡിങ് സൈറ്റ്. അപ്പോൾ റിപ്രസർ പ്രോട്ടീൻ വന്നിട്ട് ഈ ജീൻ 2യിലുള്ള ബൈൻഡിങ് സൈറ്റിനോട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റീകോമ്പിനേസ് എന്ന് പറഞ്ഞ എൻസൈം ഉണ്ടാവും. ഈ റീകോമ്പിനേസ് എൻസൈമിന് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസിനെ പോലെ തന്നെ DNA കട്ട് ചെയ്യുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ ഈ റീകോമ്പിനേസ് എൻസൈം എന്ത് ചെയ്യും? ജീൻ 3യിലുള്ള ലേറ്റ് പ്രൊമോട്ടറിനെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തിട്ട് ടോക്സിൻ ജീനെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ടോക്സിൻ ജീൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നമുക്ക് മെക്കാനിസം ഒന്നുകൂടി നോക്കാം. അപ്പോൾ ഒരു ഇൻഡ്യൂസർ ഉണ്ടാവും. അപ്പോൾ ആ ഇൻഡ്യൂസർ വന്ന് ആ സീഡ് കോട്ടിനോട് ബൈൻഡ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇൻഡ്യൂസറായിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ആൻറ്റിബയോട്ടിക് ആണ്, ലൈക്ക് ടെട്രാസൈക്ലിൻ. അപ്പോൾ 3 ജീൻസ് ആണ് മെയിൻലി ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ജീൻ 1, ജീൻ 2, ജീൻ 3. ജീൻ 1 ആണ് റിപ്രസർ ജീന്, ജീൻ 2 ആണ് റീകോമ്പിനേസ് ജീന്, ജീൻ 3 ആണ് ടോക്സിൻ ജീന്. അപ്പോൾ ജീൻ 1 ഉണ്ടാക്കുന്ന റിപ്രസർ പ്രോട്ടീന്
ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യും. ജീൻ 2-ലുള്ള ബൈൻഡിങ് സൈറ്റിൽ ബൈൻഡ് ചെയ്യും. അപ്പോൾ ജീൻ 2 എന്ന് പറയുന്നത് റീകോമ്പിനേസ് ആണ്. റീകോമ്പിനേസ് ജീനിന് 3 പാർട്ട് ഉണ്ട്. ഒന്ന് ഒരു പ്രൊമോട്ടർ ഉണ്ടാവും, പിന്നെ റീകോമ്പിനേസ് ജീൻ ഉണ്ടാവും, പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ബൈൻഡിങ് സൈറ്റ് ഉണ്ടാവും. ഈ ബൈൻഡിങ് സൈറ്റിലാണ് ജീൻ 1 എന്ന് വരുന്ന റിപ്രസർ പ്രോട്ടീൻ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബൈൻഡിങ് സൈറ്റിൽ റിപ്രസർ പ്രോട്ടീൻ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റീകോമ്പിനേസ് ജീന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? റീകോമ്പിനേസ് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ റീകോമ്പിനേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ഈ റീകോമ്പിനേസ് എൻസൈമിന് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ അതേ ഫംഗ്ഷനാണ് DNA കട്ട് ചെയ്ത് റിമൂവ് ചെയ്യും. അപ്പോൾ ഈ റീകോമ്പിനേസ് എൻസൈം പോയിട്ട് ജീൻ 3-ലുള്ള ലേറ്റ് പ്രൊമോട്ടറിനെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യും. അപ്പോൾ ലേറ്റ് പ്രൊമോട്ടറിനെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് ബൈൻഡ് ചെയ്തിട്ടുള്ള ടോക്സിൻ ജീൻ ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ ടോക്സിൻസ് ഉണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് ജനറേഷനിലെ സീഡ്സ് എന്തായിരിക്കും? സ്റ്റെറൈൽ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിക്ചർ. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ക്ലിയർ കുറഞ്ഞൊരു പിക്ചറാണ്, അതുകൊണ്ടാണ് ഞാൻ ആ നോട്ടിലുള്ള പിക്ചർ ഇട്ടത്. So what are the advantages of terminated gene technology? First one, it ensures that the genes from genetically modified organism will not get mixed with the plants in the wild. Next advantage is that it provides intellectual property protection for biotech firms. Third one, it reduces the propagation of volunteer plants. Fourth one, it prohibits non-vigorous grain sprouting. And it prevents the escape of transgene into the wild relative. So what are the advantages of terminated gene technology? First one, it prevents the genes from entering in mixing up with plants in the wild. Second one, it provides intellectual property protection for biotech firm. Third one, it helps in the reduce the propagation of volunteer plants. Fourth one, it prohibit non-vigorous grain sprouting, and next one, it helps in the prevention of escape of transgene into the wild relatives. അപ്പോൾ ടെർമിനേറ്റഡ് ജീൻ ടെക്നോളജീൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിൽ നിന്നുള്ള ജീൻസും വൈൽഡ് പ്ലാന്റ്സും തമ്മിൽ, അതായത് നാച്ചുറൽ സാധാരണ കാണുന്ന പ്ലാന്റ്സും തമ്മിൽ മിക്സ് ചെയ്യുന്നത് ഈ ടെർമിനേറ്റഡ് ജീൻ ടെക്നോളജി പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം നിങ്ങൾക്കറിയാം, പല ഓർഗാനിസത്തിൽ നിന്നുള്ള ജീൻസാണ്, അല്ലെങ്കിൽ പല ജീൻസാണ്, ഫോറിൻ ജീൻസാണ് ഈ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിൽ ഉണ്ടാകുക. അപ്പോൾ ഈ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസവും വൈൽഡ് പ്ലാന്റ്സും തമ്മിൽ മിക്സ് ചെയ്യുന്നത് ഈ ഗർട്ട് ടെക്നോളജി പ്രിവെൻറ്റ് ചെയ്യും. രണ്ടാമത്തത്, ഈ ടെക്നോളജീൻ്റെ മുകളിൽ എന്ത് ചെയ്യും? ബയോടെക് കമ്പനീസ് പേറ്റൻ്റ് എടുക്കും. അപ്പോൾ അവർക്ക് എന്തുണ്ടാവും? ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടും. മൂന്നാമത്തത്, വോളണ്ടിയർ പ്ലാന്റ്സിൻ്റെ പ്രൊപ്പഗേഷൻ കുറയ്ക്കാൻ പറ്റും. പിന്നെ നോൺ വീഗേർട്ട് ഗ്രെയിനിൻ്റെ സ്പ്രൗട്ടിങ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗർട്ട് വഴി ഡെവലപ്പ് ചെയ്യാത്ത പ്ലാന്റ്സിൻ്റെ ഗ്രെയിൻസിൻ്റെ സ്പ്രൗട്ടിങ് നമുക്ക് പ്രോഹിബിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ട്രാൻസ്ജീൻ, അതായത് ഫോറിൻ ജീൻസ് വൈൽഡ് റിലേറ്റീവ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ബയോഡൈവേഴ്സിറ്റിയിലുള്ള ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റും. Next we will discuss about the disadvantages of terminated gene technology. The main disadvantage is the production of sterile seeds, which will lead to the higher seed prices, and these terminated genes could contaminate farmers' crop. അപ്പോൾ ഈ ടെർമിനേറ്റഡ് ജീൻ ടെക്നോളജീൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സെക്കൻഡ് ജനറേഷനിൽ ഉണ്ടാകുന്ന സീഡ്സ് എന്തായിരിക്കും? സ്റ്റെറൈൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫാമേഴ്സിന് ഹൈ പ്രൈസ് കൊടുത്തിട്ട് പിന്നെയും കമ്പനീൻ്റെ അടുത്ത് നിന്ന് സീഡ് വാങ്ങേണ്ടി വരും. അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. പിന്നെ ഇത് എന്ത് ചെയ്യും? ഫാമേഴ്സിൻ്റെ ക്രോപ്പിനെ കണ്ടാമിനേറ്റ് ചെയ്യും. ഇപ്പോൾ നാച്ചുറലായിട്ട് ഉള്ള വെറൈറ്റീസിനെ ഈ ജെനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് എന്നുള്ള, അല്ലെങ്കിൽ ജെനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് എന്നുള്ള ജീൻസ് പോയിട്ട് കണ്ടാമിനേറ്റ് ചെയ്യും. അത് തന്നെയാണ് പിന്നെയും പറയുന്നത്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ വീഡ്സ് ആൻഡ് ബഗ്സ് കുഡ് പോസിബിളി ഇവോൾവ് ഇൻ ടു റെസിസ്റ്റൻ്റ് ഓർഗാനിസം. ഇപ്പോൾ ഈ ടെർമിനേറ്റഡ് ജീൻ കാരണം ഈ ഇൻസെക്ട്സും ഈ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ എന്ത് ഡെവലപ്പ് ചെയ്യും? റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. പിന്നെ വൈൽഡ് വെറൈറ്റീസിലേക്ക് ഈ ട്രാൻസ്ജീൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യതയുണ്ട്.
ഇതാണ് ടെർമിനേറ്റഡ് ജീൻ ടെക്നോളജി. ഇതൊരു ഒരു തവണ എസ്സേക്ക് ചോദിച്ചതാണ്, ഇപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ ടെർമിനേറ്റഡ് ജീൻ ടെക്നോളജി എന്താണെന്ന് പറയുക, അതിൻ്റെ ടൈപ്സ് പറയുക, വി ഗർട്ടും ടി ഗർട്ടും, പിന്നെ അതിൻ്റെ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യുക വിത്ത് ഫിഗർ, പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും.